വഖഫ് ട്രിബ്യൂണലുകൾ എന്തിന്? ലോകത്ത് പ്രചാരണത്തിലുള്ള ബദൽ തർക്കപരിഹാര സംവിധാനമാണ് ട്രിബ്യൂണലുകൾ. നിയമവ്യവഹാരങ്ങളിൽ കോടതികളുടെ ഭാരം കുറയ്ക്കുകയാണ് ട്രിബ്യൂണലുകളുടെ സ്ഥാപന ലക്ഷ്യം. ഇന്ത്യയിൽ മതവിഭാഗങ്ങളുടെ സമ്പത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ വളരെയധികമാണ്. അതിനാൽ ഓരോ സംസ്ഥാനത്തും തർക്കപരിഹാരത്തിന് 1995 വഖഫ് നിയമം നൽകുന്ന അധികാരമനുസരിച്ച് വഖഫ് ട്രിബ്യൂണലുകൾ പ്രവർത്തിക്കുന്നു. ഏത് മതവിഭാഗത്തിന്റെയും മത എൻഡോമെന്റ് നിയമങ്ങൾ ഭേദഗതി ചെയ്യേണ്ടത് അതത് സമുദായങ്ങൾ ആവശ്യപ്പെടുമ്പോഴും സമുദായങ്ങളെ പൂർണ്ണ വിശ്വാസത്തിലെടുത്തും മാത്രമാണ്. ചർച്ചുകളുടെയും ക്ഷേത്രങ്ങളുടെയും ഗുരുദ്വാരകളുടെയും പരിപാലന ഉത്തരവാദിത്തത്തിൽ ഇല്ലാത്ത നിബന്ധനകളാണ് വഖഫ് ഭേദഗതിയിൽ നിർദ്ദേശിക്കുന്നത്. അത് എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ പരിഗണിക്കണമെന്ന ഭരണഘടനാ തത്വം ലംഘിക്കുന്നു. നിലവിലെ വഖഫ് ഭേദഗതി ബിൽ എങ്ങനെ നിലനിൽക്കുന്ന സംവിധാനത്തെ ബാധിക്കും? ഒന്നാമതായി, ഭേദഗതി ബില്ലിൽ ഏറ്റവും വിമർശനമുയർന്ന ഒന്നാണ് വഖഫ് ബൈ യൂസർ എന്ന പ്രൊവിഷൻ. വഖഫ് ബൈ യൂസർ എന്ന് പറയുന്നത് പ്രാചീനവും പഴക്കമുള്ളതുമായ ആരാധനാലയങ്ങളുടെ സ്വഭാവത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു സ്വത്തിനെ വഖഫ് ആണെന്ന് നിർണയിക്കുന്ന ഇന്ത്യൻ കോടതി രീതിയാണ്. പണ്ടുമുതലേ കൈമാറി വന്നതും വാമൊഴിയായി ദാനം ചെയ്യപ്പെട്ടതുമായ വഖഫ് മുതലുകളുടെ സ്വഭാവം എഴുതപ്പെട്ട രേഖകളുടെ അഭാവത്തിൽ നിയമം അംഗീകരിക്കുന്ന വഴിയാണിത്. ചർച്ചുകളിലും ക്ഷേത്ര സ്വത്തുക്കളിലും ഇംപ്ലൈഡ് ട്രസ്റ്റ് എന്ന പേരിലും ആചാരം അഥവാ കസ്റ്റം എന്നീ സമാന രീതിയിൽ നിയമം ഇതേപോലെ അവയുടെ സ്വഭാവം നിലനിർത്തുന്നു. എന്നാൽ സർക്കാരുമായി തർക്കമുള്ള വഖഫുകളിൽ മാത്രം ഇനി ഇത്തരം നിയമരീതി ബാധകമാകില്ല എന്ന് പുതിയ ഭേദഗതി പറയുന്നു. ഇത് മുസ്ലിം സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വത്തിൽ സർക്കാർ കയ്യേറ്റം എളുപ്പമാക്കുന്നു. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വഖഫ് മുതലുകൾ ഇന്ത്യയിൽ കയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത് സർക്കാർ ഒത്താശയോടു കൂടിയാണ്.